ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സാധാരണ മത്സര പരീക്ഷകളിൽ ചോദിക്കാനുള്ള ട്രെയിനിനെ കുറിച്ചുള്ളൊരു കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് അഥവാ ഒരാളെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ 21 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ നീളം എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളമായിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതായത് ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് വേഗത സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പം വേഗത എന്ന് പറയുന്നത് നമുക്കിവിടെ 36 km/h ആണ്. അത് കഴിഞ്ഞിട്ട് ടൈം 21 സെക്കൻഡാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ km/h ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മീറ്ററിൽ, അതായത് ട്രെയിനിൻ്റെ നീളം മീറ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ 18/5 കൊണ്ട് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 32 തൊട്ട് നമുക്ക് 2 കിട്ടും. 18 2 36. പിന്നെ പോയിട്ട് നമുക്കിവിടെ 2 × 21 × 5 ആണ്. അപ്പോൾ ഗുണിക്കാൻ 5 2 10, 21 × 10 = 210. അപ്പോൾ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 210 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.